അപ്പം ഞങ്ങൾ ഇവിടെ സോളാപൂരെത്തില്ല, സോളാപൂരിന് മുമ്പ് ഡീസലൊക്കെ പമ്പിൽ വന്ന ഡീസലൊക്കെ അടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരാൾ കിടന്നു. പുള്ളി കുറച്ച് കഴിയുമ്പോൾ അവനെ വിളിച്ചെണീപ്പിക്കണം ഓടിക്കാൻ വേണ്ടി. ഉണ്ടോ, ഇതാണ് പമ്പ്. ഇവിടെ കിടന്ന് ഡീസലൊക്കെ അടിച്ച് ഫുള്ളാക്കി. ഉണ്ടോ, ഫുള്ളാക്കി നമ്മൾ പതുക്കെ പോവാം. ഇതാണ് നമ്മൾ ഈ വഴിയാണ് വന്നത്, അവിടുന്ന് ഇങ്ങോട്ട് വന്നു വഴി വന്ന് ഈ വഴി ഇങ്ങനെയാണ് പോകും കേട്ടോ, ഇങ്ങനെ പോകും. അപ്പോൾ നമ്മളേതായാലും യാത്ര തുടങ്ങുകയാണ്. വീണ്ടും ഇവിടുന്ന് പോവാണ് സോളാപൂർ. ഇനി ഇവിടുന്ന് ഒരു 127 കിലോമീറ്റർ കഴിഞ്ഞാണ് അടുത്ത ഡെസ്റ്റിനേഷൻ. അത് അവിടുന്ന് പിന്നെ അടുത്തടുത്തോട്ട് അങ്ങനെ പോകും. ഇനി മാപ്പിട്ട് വേണം ഇനി പോകാം. ഇനിയുള്ള വഴികൾ വലിയ നിശ്ചയമില്ല, ഇനി മാപ്പിട്ട് വേണം പോകാം. ഇപ്പോൾ അവിടെ 127 കിലോമീറ്റർ, അത് കഴിഞ്ഞ് അടുത്ത് അങ്ങനെയായിട്ട് മൊത്തം ഒരു ഇനി 750 കിലോമീറ്ററും കൂടെ ഓടിയാൽ മാത്രമേ സൂറത്തിലെത്തുള്ളൂ. 750 കിലോമീറ്ററും കൂടെ ഇവിടുന്ന് സൂറത്തിലെത്തും. അപ്പം തുടങ്ങുവാണ്. രാത്രിയാണ്. രാത്രിയിലെ വീഡിയോകൾ വലിയ എടുക്കുന്നില്ല, അധികം എടുക്കാനില്ല വെച്ചാൽ ഒന്നും കാണാനൊന്നുമില്ല. അതുകൊണ്ട് രാത്രി കാഴ്ചകൾ ഇടയ്ക്ക് നമ്മുടെ ക്യാബിനിലെ കാഴ്ചകളൊക്കെ കാണിക്കാം. സൂറത്തിൽ ചെന്ന് കഴിഞ്ഞാൽ വണ്ടി ക്യാബൊക്കെ ഒന്ന് കാണിച്ച് വീഡിയോ ഒക്കെ ചെയ്യാം ക്ലിയറായിട്ട്. ശരി എന്നാൽ ബൈ ബൈ. ഗുഡ് മോർണിംഗ്. ഞങ്ങളത് രാവിലെ അങ്ങനെ അഹമ്മദ് നഗർ എത്തി. അഹമ്മദ് നഗറിന് മുമ്പ് ബൈപ്പാസ് കയറി സിർത്തിക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. 2 രാത്രി അനീഷ് ഓടിച്ചു, ഞാനും അനീഷും കൂടെ ഓടിച്ചവിടെ എത്തി. ഇനിയിപ്പോൾ വീണ്ടും ഞാൻ കയറി. ഇനിയിപ്പോൾ അങ്ങ് പോവാണ്. ഇനിയിപ്പോൾ സിർത്തി വരെ ഒരു 86 കിലോമീറ്റർ ഉണ്ട്. അത് പോകൊണ്ടിരിക്കുന്നു. കാഴ്ചകളാണ് രാവിലത്തെ. ചെറിയൊരു മഞ്ഞും അല്ലേ, മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന ഗ്രാമങ്ങളും ഇതിൻ്റെ നടുവിലൂടെ ഇങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുക. അതെ അതെ, ആ ചോള് കഴിഞ്ഞു വന്ന പോലെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. പ്രഭാതത്തിലെ കാഴ്ചകളാണ് ഇതെല്ലാം. രാവിലെ ഇങ്ങനെ പോവാണ്. നല്ല മഞ്ഞുണ്ട്, നല്ല ചെറിയ നല്ല തണുപ്പും. അതെ, ഇങ്ങനെ പോകുന്നു. സിർത്തി എത്തി. സിർത്തിന്ന് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന മെൽഗാവ് എന്ന സ്ഥലത്തോട്ടാണ്. അപ്പം സിർത്തിയിൽ നിന്ന് നമ്മൾ സിർത്തി ടൗൺ ടച്ച് ചെയ്യാതെ കറങ്ങിയാണ് പോകുന്നത്, ബൈപ്പാസ് വഴി. അപ്പോൾ വന്ന വഴിക്ക് ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇംഗ്ലീഷ് ഇവിടെ ഇരിപ്പുണ്ട്. ഇത് ഇവിടെ ആ വഴിയാണ് നമ്മൾ വന്നത്. ഇനി പോകേണ്ടത് ഇങ്ങോട്ടാണ്. വണ്ടി ഇതെവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചായ, ഇവിടെ ഒരു നല്ലൊരു അമ്പലമുണ്ട്, അതിനോട് ചേർന്നൊരു മുസ്ലിം പള്ളിയുണ്ട്. കണ്ടോ എന്ത് രസം നോക്കി. ഇങ്ങനെയൊക്കെ വേണം. നമ്മൾ പറയുന്ന അലമ്പും ഒന്നുമില്ല. അമ്പലവും മുസ്ലിം പള്ളി എല്ലാം ഒരുമിച്ച്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല കേട്ടോ, ഇവിടെ അങ്ങനെയാണ്. നല്ലൊരു ചായയാണ് കേട്ടോ. ഇവിടെ ചായക്ക് ഭയങ്കര മധുരമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞ് മധുരം കുറച്ചെടുപ്പിച്ച്, എന്നിട്ട് പോലും ഭയങ്കര മധുരമാണ്, ഒരു രക്ഷയില്ല. അപ്പം ഇനിയിപ്പോൾ ചായ കുടിച്ച് നമ്മളിന്ന് എടുക്കണം. രാവിലെ കയറിയതാണ്, ഇവിടുന്ന് എടുത്ത്
ഇന്നിപ്പം വൈകുന്നേരത്തിനുള്ളിൽ സൂറത്തേൽ ഓടിച്ചെത്തിക്കണം. ഇനി ഒരു 500 കിലോമീറ്ററും കൂടെ ഉണ്ട്. അതാണ് കണക്ക് പ്രകാരം. എന്നാലേ നാളെ ലോഡ് ഇറക്കാൻ പറ്റുള്ളൂ. വൈകുന്നേരം എത്തിച്ചാൽ കുറച്ച് നേരം വൈകുന്നേരം കിടന്ന്, രാത്രി എത്തിച്ചാൽ നേരത്തെ കിടന്ന് ഇച്ചിരി നേരം ഉറങ്ങാൻ പറ്റും സ്വസ്ഥമായിട്ട്. സൂറത്തിലെ പൾസൽന എന്ന് പറയുന്നൊരു പാർക്കിംഗ് ഉണ്ട്. നമ്മുടെ വണ്ടികളെല്ലാം ഇടുന്ന മലയാളിയുടെ പാർക്കിംഗ് കേട്ടോ. മലയാളി നടത്തുന്ന പാർക്കിങ്ങും വിത്ത് കോഫി ഷോപ്പും എല്ലാം കൂടെ ലോറിക്കാർക്ക് വേണ്ടി. അപ്പോൾ അവിടെ കയറ്റി ഇട്ട് കഴിഞ്ഞാൽ സേഫായിട്ട് വണ്ടി കിടക്കുക. ആരും ഡീസലോ അതും മോഷണം പോകുന്ന പേടിക്കണം. അപ്പോൾ അവിടെ കയറ്റണം. കൊണ്ടിട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം കിടന്ന് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങും. പിന്നെ രാവിലെ എടുത്തുകൊണ്ട് ലോഡ് ഇറക്കിയാണ്. അത് ലോഡ് ഇറക്കി കഴിഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് പോകണം അഹമ്മദാബാദ്. അപ്പം ചൊവ്വാഴ്ച നൈറ്റ് അവിടെ നിന്ന് കയറിയതാണ്. ചൊവ്വാഴ്ച നൈറ്റ് വണ്ടി എടുത്ത ഇപ്പം ബുധൻ വ്യാഴാഴ്ചയായില്ലേ. 2 നൈറ്റ് ഒരു പകല് ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞു. നോക്കാം. ഓക്കെ, എന്നാൽ കാണാം. കുറച്ച് ചായ കുടിച്ചിട്ട് ബാക്കി. വെച്ചോ. കാപ്പികുടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം പോകേണ്ട സമയം. അനീഷും കൂടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോകാം. പതുക്കെ വണ്ടി മുന്നോട്ട്. അത്രയൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, കുറച്ചൊക്കെ വീഡിയോ എടുക്കാൻ പറ്റില്ല. റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. വണ്ടി ഓടിയിൽ ഭയങ്കര പാടാണ്. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. പ്രത്യേകിച്ച് മഹാരാഷ്ട്ര റോഡുകളൊന്നും കൊള്ളൂല. എല്ലാ റോഡും പോയി കിടക്കും. നമ്മളങ്ങനെ പോകാൻ തുടങ്ങുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. 2,99,640 കിലോമീറ്റർ ഓടി വണ്ടി. 2022 രജിസ്ട്രേഷനാണ് വണ്ടി. 2 കൊല്ലം പഴക്കം. 3 ലക്ഷം കിലോമീറ്റർ ആകാൻ പോകുന്നു. അപ്പോൾ ഒരു 360 കിലോമീറ്ററും കൂടെ ഓടിയാൽ 3 ലക്ഷം കിലോമീറ്റർ ആവും ഏകദേശം. അപ്പോൾ മുന്നോട്ട് ഇനി പോവാം. രാജസ്ഥാൻ വണ്ടി ഒരെണ്ണം പോകുന്നു. ഞങ്ങൾ പതുക്കെ യാത്ര തുറന്നതാണ്. അപ്പം ശരി, പോവാനീഷേ, പോയേക്കാം. അപ്പോൾ ഞങ്ങളിതെങ്ങനെ പതുക്കെ മൂവ് ചെയ്യുവാണ്. സൈഡിലൊക്കെ നോക്കി വണ്ടി വരുന്നുണ്ടോ നോക്കി ഇങ്ങനെ പോയി കയറി ഇങ്ങനെ പോവാണ്. നേരെ പോണം ഇനി. നേരെ സിർത്തി കഴിഞ്ഞു. പിന്നെ ഇനി മൽഗാവ് അങ്ങനൊരു ഇതിലെ അങ്ങ് പോവാം. സിർത്തി അങ്ങോട്ട് പോകണം. ആ വഴി പോകുന്നത് സിർത്തിക്കാണ്, ടൗണിലേക്ക് പോകുന്നത്. നമുക്ക് സിർത്തിക്ക് പോകേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ സിർത്തി ടൗണിൽ പോയി കഴിഞ്ഞാൽ അവിടെ നോ എൻട്രി സോണുകളുണ്ട്. ടൗണിലൊക്കെ കയറാൻ ബുദ്ധിമുട്ടുണ്ട്. വലിയ ഫൈനുകൾ അടിച്ചു തരും. നമ്മളത് മേടിച്ച്
വീട്ടിൽ കൊണ്ടുപോകേണ്ടതല്ലാതെ വേറെ ഗുണമൊന്നും ഉണ്ടാവില്ല. അതിലും ഭേദം നമ്മളിതുപോലെ പോവാം. പിന്നെ പോലീസുകാർ അവിടെ എവിടെയൊക്കെ ഇരുന്ന് വഴി തിരിച്ചു വിടും. പിന്നെ നമ്മളത് കേൾക്കാതെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ ഫൈൻ മേടിക്കാം. നല്ല ഇംഗ്ലണ്ട് റോഡാണ് കേട്ടോ. പക്ഷേ നല്ല അത്യാവശ്യം ഇവിടെ ഈ റോഡൊന്നും അത്യാവശ്യം കുഴപ്പമില്ല. എന്നാലും അത്യാവശ്യം തിരക്കുമുണ്ട്, കാഴ്ചകളുണ്ട്, നല്ല കാഴ്ചകൾ. അതൊന്ന് കണ്ടില്ലേ, സൈഡിൽ നല്ല ചോളമാണ്, അരിച്ചോളം ചോളമാണ്, ഇതെല്ലാം നട്ടു വെച്ചിട്ടുണ്ടാവും. പിന്നെ കടലയാണ് ഈ കാണുന്നത്, കടല, നിലക്കടല അതിൻ്റെ കൃഷികൾ മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെ കാണാൻ നമുക്ക് കാഴ്ചകൾ ഇഷ്ടം പോലെ കാണാൻ പറ്റും. അത് കണ്ടങ്ങ് പോകാം. ഇപ്പോൾ പിള്ളേരെല്ലാം സ്കൂളിൽ പോകുന്ന ടൈമാണ്, സ്കൂൾ ടൈമാണ് ഇവിടെ. കാരണവന്മാരെ കുഞ്ഞു പിള്ളേരെ ആയിട്ട് ബൈക്കേലാണ് കൂടുതലും. അവരെ സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടി പോകുന്നു. എന്താന്ന് നോക്കി ആട്ടിപ്പറ്റങ്ങളാണ് ഇവര്. ഈ ഇവരിങ്ങനെ ആടിനെ മേയിച്ചുകൊണ്ട് ഇങ്ങനെ വരും. ആടിനെ അങ്ങനെ ഒരു ഏരിയ വിട്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും, ആടിനെ മേയിച്ചുകൊണ്ട്. അത് പാവന്ന് അവിടെ ഒരിടത്ത് ആടിന് ആവശ്യമുണ്ട്, അവിടെ വിൽക്കും. അത് കഴിഞ്ഞ് പിന്നെ അടുത്തടുത്തോട്ട് പോകും. ഇങ്ങനെ ജീവിക്കുന്നവരാണ് കൂടുതൽ, സഞ്ചാരികളാണ് അവർ. ഇവിടെ കൃഷിക്ക് വേണ്ടി നിലമെല്ലാം ഉഴുത് മറിച്ചിട്ടിരിക്കുന്നു. ഇതൊക്കെ കടലയ്ക്കുള്ള കൃഷിയായിരിക്കും, കടല, ചോളം, അതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇവിടെ നെല്ലല്ല, ഗോതമ്പിൻ്റെ വളമിട്ടുകൊണ്ടിരിക്കുകയാണ്. സവോളയാണ്. ഏരിയ മുഴുവൻ കൃഷിയാണ്, കൃഷി മാത്രമേ ഉള്ളൂ. ഇതുള്ള ഏരിയയിലൂടെയാണ് ഇപ്പം നമ്മൾ പോകുന്നത്. നമ്മൾ ടൗണിൽ നിന്നും ടച്ച് ചെയ്യുന്നില്ല, ഉള്ളിലൂടെയാണ് കയറി പോകുന്നത്. ഉള്ളിലൂടെ പോയി ഇനിയിപ്പോൾ ഒരു 110 കിലോമീറ്റർ ഓടിയാലേ മെളുകാവ് എത്തുള്ളൂ. അവിടുന്ന് പിന്നെയും പോകണം, ദുലെ ചെല്ലണം. അപ്പോൾ ഇങ്ങനെ യാത്ര പോകും. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പതുക്കെ പോകാം. ബ്രേക്ക് കുറവാട്ടോടാ, പിന്നെ ചെയ്യുന്നത് സെറ്റ് ചെയ്തിട്ട് നിൽക്കുന്ന ലൈനർ അടിക്കാറായെന്നാവും. തിരിച്ച് ചെല്ലുന്നത് ഏകദേശം നമ്മുടെ ഡമ്മി വീല്, ഒരു വീല് വെടി തീർന്നു, പൊട്ടിപ്പോയി. ഒരു ടയർ പൊട്ടി കിടക്കുകയാണ് ഡമ്മിയുടെ. ലിഫ്റ്റ് വീല് ഒരെണ്ണം പൊട്ടി. അപ്പോൾ സ്റ്റെപ്പിനി വെക്കാൻ ഇല്ല. ഇതുകൊണ്ട് ഓടിച്ചിനി തിരിച്ച് തിരുപ്പൂർ ചെന്നാലേ നമുക്കടുത്ത പുതിയ ടയർ ഇടാൻ പറ്റും. ടയർ ഒന്നും പൊട്ടി, പഴയ ടയറായിരുന്നു, പൊള്ളിയലായിരുന്നു. ഓടിച്ച് പൊട്ടിക്കാൻ വേണ്ടി ഡമ്മിയിലിട്ടിരുന്ന അതേതായാലും അത് പൊട്ടിക്കിട്ടി. ഇനിയിപ്പം സൂക്ഷിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നു മുന്നോട്ട്. മുഴുവൻ ചോളക്കൃഷിയാണ്. എന്തോരം കൃഷിയാണെന്നറിയാം മൊത്തം ഏരിയയിൽ. നല്ല തിരക്കുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വണ്ടികൾ, ലോറികൾ തന്നെ അത്യാവശ്യം നല്ല ഗുണം വരുന്നുണ്ട്. നമുക്ക് ഓപ്പോസിറ്റ് അങ്ങോട്ട് കുറവാ, ഇങ്ങോട്ട് ധാരാളം വണ്ടികൾ വരുന്നുണ്ട്. ശരി, അപ്പം അങ്ങനെ കണ്ടു പോവാം. ഇത് കണ്ടോ, ഫുള്ളും മരങ്ങളും കൃഷി, ഇത് ചോളം, ഇതൊക്കെ മാത്രമേ ഉള്ളൂ. അതായത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ദൂരെ നല്ലൊരു അടിപൊളി മല. കണ്ടോ, കാണാവോന്നറിയത്തില്ല, കാണാം. ഈ വീഡിയോ എടുക്കുന്നത് ഇനീഷ് ഇതൊന്നും എടുക്കാം അവിടെ. അങ്ങനെ എടുക്കാൻ പോട്ടെ.
അതൊക്കെയാണ് കാഴ്ചകൾ അതിഗംഭീരം അല്ലേ. ഞങ്ങളിങ്ങനെ പറന്ന് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. മല നോക്കി എന്ത് രസം. എല്ലാം പച്ചപ്പായി നിൽക്കുവോ മഴ പെയ്തിട്ട്. എല്ലാം ഒരുമാതിരി കറുത്തിരുന്ന് കിടക്കുന്ന സാധനങ്ങളൊക്കെ ഓടിക്കൊണ്ടിരിക്കുക. ഇവിടുത്തെ KSRTC ആണ്. എയർ ഹോൺ അടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ എയർ ഹോൺ അടിച്ചങ്ങ് മരിക്കുവോ. മലകൾ നല്ല അപാര ഭംഗിയുണ്ട്. എന്ത് വലുതല്ലേ, ഇത്ര ഏരിയ എന്തോരം കവർ ചെയ്ത് കിടക്കുന്നതെന്ന് നോക്കി. സവളയുടെ ഏരിയ മണം കണ്ടില്ലേ അല്ലേ, സവളയുടെ സ്മെല്ലാണ്. മലയുടെ മുകളിൽ നോക്കി എന്തോ ഒരു സംഭവം സ്റ്റാച്ചു ഉണ്ട്. സ്റ്റാച്ചു ആണ്, എന്തിൻ്റെയോ ഉണ്ട്. പണിത് വെച്ചോണ്ട് എങ്ങോട്ടാ മാപ്പം എടുത്തു. നല്ലൊരു കയറ്റം. സൈഡ് നോക്കി എത്തി വെച്ചേക്കുന്നല്ലോ. കാണോ
കയറ്റവും കൂടെ ഒഴിവാക്കിയിട്ട് ഈ വഴി കിട്ടിയാൽ മതിയായിരുന്നു. അത് കിട്ടിയല്ല മലക്കപ്പുറം കയറണം. അവനവിടെ പെട്ടു, നമ്മളിവിടെ പെട്ടു. പോടാ പോടാ. ഇതിനെ കേറിക്കോളും ബെൻസേ നിന്നും കേറിക്കോളും. ലൈലാൻഡ് പോലല്ല. ലൈലാൻഡ് കയറുന്ന പോലെ കയറിയല്ല. ഏതാ തോന്നല പതിയെ കയറും. ലൈലാൻഡ് ഒന്ന് പമ്മിയിട്ടേ കയറുള്ളൂ. ഇത് അങ്ങനല്ല, ഇത് സഡൻ ലൈലാൻഡോ? ഇത് സഡനായി ഇരുന്ന് പതിയെ പതിയെ ഇത് പക്ഷേ അങ്ങനല്ല, ഇത് സഡനായിട്ടാണ് കയറിക്കോളും. ലൈലാൻഡാണ് 14 3 രസമല്ലേ? രണ്ട് സൈഡ് അല്ലേ? മലയുടെ ഭംഗി. ലാസിക്ക് പോകുമ്പോഴേ ഭംഗിയായ ഒരു ചുരമുണ്ട്. കണ്ടെയ്നറുകാരൻ ആരെ ആരും ഹെൽമെറ്റ് വെക്കുകയല്ല. ഒറ്റ മനുഷ്യൻ ടൂ വീലറിൽ പോകുന്നവർ ഒറ്റ മനുഷ്യൻ ഹെൽമെറ്റ് വെക്കും. പോലീസിനും പ്രശ്നമില്ല. ഗുണമുണ്ട്. ഒറ്റ ഒരു തന്നെ സ്പീഡിൽ പോവുകയാണ്. ഒരു 30 പിടിച്ചങ്ങ് പോയാൽ അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ നാട്ടിലൊന്നും ആയിരുന്നെങ്കിൽ ഡീറ്റെയിലും കുഴപ്പമില്ല. ഹോൺ അടിച്ചതിന്റെ ബലത്തിൽ ആ സ്പീഡിലും എന്ത് രസമല്ലേ? വീണ്ടും നടക്കും. മലയുടെ താഴെ നല്ലൊരു തടാകം. നല്ലൊരു ഫോട്ടോ സർവീസ് ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളി. നല്ല ചായയുടെ മല, വിലക്കിട്ട ചായയുടെ മണം. ഒരു ചെറിയൊരു ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഒരു 3 കയറിയല്ലേ.
ചാടി ക്യാമറ ഒരു വഴിക്ക്, ഞാനൊരു വഴിക്ക്. ചവിട്ടി പിടിച്ചോ കിട്ടണ്ടേ. പോട്ടെ. കഴിക്കാനൊരു താമ കാണുന്നില്ലല്ലോ. പന്ത്രണ്ട് ആയതേ ഉള്ളൂ, ആകുന്നുള്ളൂ. വിശക്കുന്നോ ഇത്രയും നേരത്തെ? ബീഫിന്റെ കാര്യം പറയട്ടോ. ആ കാഴ്ചയെടുക്ക്. എന്താ നോക്ക്, മൈതാനം നമ്മുടെ വാഗമണ്ണിനെ സൂചിപ്പിക്കുന്നു അല്ലേ? കുന്നുകളാൽ നിറഞ്ഞു നിൽക്കുന്ന മഹാരാഷ്ട്രയുടെ ഭാഗം. മഹാരാഷ്ട്രയിലെ ഭാഗമാണ്. എന്ത് രസമുണ്ടല്ലേ? ഇവിടെയൊക്കെ ഒരു വീട് വെച്ചങ്ങ് താമസിക്കണം. ചെറിയൊരു തണുപ്പുണ്ട് അന്തരീക്ഷത്തിന്. ആദ്യമായിട്ട് കാണുന്നുണ്ടല്ലോ ഇതിലെ അങ്ങ് ചാടി ചാടി അങ്ങ് എന്തിനാണ് ഇമാരിങ്ങനെ ഹമ്പ് കൊണ്ട് വെച്ചേക്കുന്നതെന്ന് അറിയത്തില്ല. ഈ ഹമ്പ് ചാടാതിരിക്കാൻ വേണ്ടി ബ്രേക്ക് ഔട്ട് വരുമ്പോഴത്തേന് വണ്ടിയുടെ കൺട്രോൾ വണ്ടികളെല്ലാം നശിക്കുകയും ചെറിയൊരു കാട്ടാണ്. ഒരു മന്ദിറാണ്. ചെറിയൊരു തോന്നരുത്. ആൾക്കാരോർക്കും എന്തിനാ ഇങ്ങനെ ചാടിക്കുന്നത്, നമുക്കല്ലേ അറിയത്തുള്ളൂ. ഒരു വണ്ടി ഇടിച്ച് കയറി കിടക്കുന്നുണ്ടോ? ഇന്ന് ഇടിച്ചതും കണ്ടോ? ഇവിടെ ഇടിച്ച് ബ്രേക്ക് പോയത് കണ്ടോ? ലൈനറാണ് കണ്ടോ? ബ്രേക്ക് പോയതാ. ഇടിച്ച് കയറി ഫുള്ള് പോയി, വണ്ടി ഫുള്ള് ടോട്ടൽ ലോസ് ആണ്. ചേസ് ഒടിഞ്ഞു പോയി. രാജ ചവിട്ടിയിട്ട് നിന്നിട്ടുണ്ടാവില്ല. കിട്ടാത്ത ബ്രേക്ക് പോന്ന കണ്ടെയ്നർ വണ്ടി വരുന്ന വഴി കൂടെയാണ് നമ്മൾ ഇറങ്ങി വന്നത്. ബാക്കി ഭാഗം അത് കണ്ടെയ്നർ കൊണ്ടുപോയിട്ടുണ്ട്. കണ്ടെയ്നർ ആയിരിക്കും അല്ലേ? അത് കൊണ്ടുപോയിട്ടുണ്ടോ?
2 റോട്ടി. പിന്നെ ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ഇല്ലാഞ്ഞിട്ടല്ല, ബാക്കിലെ ലോഡ് കൂടുതൽ, ബാക്ക് വീലിനാ ലോഡ് കൂടുതൽ, ഫ്രണ്ട് ലോഡ് കുറവാണ്. അതുകൊണ്ടാണ് അവരടുക്കി തന്ന അടുക്കിയ ബനിയൻ മെറ്റീരിയൽ കോട്ടന്റെ നല്ല വെയിറ്റുള്ള സാധനം. ഏറ്റവും ഫ്രണ്ടില് ബനിയൻ മെറ്റീരിയൽ, അത് ചെറിയ 14 ടണ്ണല്ലേ ഉള്ളൂ, 14 ടണ്ണല്ലേ ഉള്ളൂ. ബാക്കി 20 എണ്ണം കയറ്റിയേക്കുന്ന പുറകിലല്ലേ. മറ്റേ നീളമുള്ളതായതുകൊണ്ട് വെയിറ്റ് ബാക്കോട്ട് പൊടിഞ്ഞു കിടക്കും. മറ്റേ അവരുടെയാണ് ചിക്കനാണ് കാണിക്കുന്നത്. മഹാരാഷ്ട്ര KSRTCയുടെ അവസ്ഥ ഇതാണ് ഇവിടുത്തെ KSRTC. ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട അവസ്ഥ. മഹാരാഷ്ട്ര നമ്മളൊക്കെ ആദ്യം വിചാരിച്ചിരുന്നത് കേരളത്തിലെ KSRTC മാത്രമേ കഴുകിയല്ലാത്ത പോലെ. അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ KSRTC അപ്പുറത്ത് മുത്താണ് പവിഴം. അതെ, ഇത്രയും വൃത്തികെട്ട വണ്ടി ഇറങ്ങിയെന്ന. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, അകത്ത് കയറിയാൽ നമ്മളവിടെ 3 സ്റ്റാർ വേണം, 5 സ്റ്റാർ വേണം. ഗവൺമെന്റ് ഒരു സ്റ്റാറും വേണ്ട, ഓപ്പണാ അടിക്കുക, ബൈക്ക് എടുക്കുക, പോവാം. പോലീസും പിടിക്കുകയില്ല, ഹെൽമെറ്റും വേണ്ട, സീറ്റ് ബെൽറ്റും വേണ്ട, പിന്നെ മേടിച്ചതിൻ്റെ രസീതും വേണ്ട. ഇരുന്നടിക്കുകയാണെങ്കിൽ 100 രൂപ. നമ്മുടെ ഇവിടെ മീറാമ്പായി വരുവാന്ന് കേട്ടോ, ചെറിയ ഷോപ്പുകളിലൊക്കെ. ഷോപ്പുകളാണോ പറയുന്നത്, ഔട്ട്ലെറ്റുകൾ ചെറുതായിട്ട് വൈൻ മാത്രം ഉള്ളെന്നാ പറയാം. പബ്ലിക് ക്ലാസ് റൂമാണ്. ബാർ അസോസിയേഷൻ, ബിയർ അസോസിയേഷൻ, ഒരു ഗുണമില്ലാത്തവർക്ക് സവാള വെച്ച് കച്ചവടം ചെയ്യുന്നവരാണ്. ഡെലിവറി വോൾവോയുടെ വണ്ടി ഏറ്റവും കൂടുതലുള്ള ഇവർക്കാണ്. എനിക്ക് തോന്നുന്നത് ഇവർക്ക് ഉള്ളെന്ന് തോന്നുന്നു. പിന്നെ അജ്മീസി, കേരളത്തിലെ അജ്മിക്ക് മാത്രമേ ഉള്ളൂ. വെട്ടിക്കെട്ട് സർവീസാണ്, നിലം തൊടാ വണ്ടി നിൽക്കും. അമ്മാരായ ഇറക്കമൊക്കെ ചവിട്ടാതെ വെട്ടിയിട്ട്, നമ്മളിപ്പോഴും ബ്രേക്കൊക്കെ ചവിട്ടിട്ട്
ബലിയാടുകളാണ് ഇപ്പോൾ. എവിടെയെങ്കിലും പോയി സ്റ്റേ ചെയ്യും. അവിടെ ആളെ എന്നിട്ട് വേണ്ടവരെ ആവശ്യിക്കാനുള്ള ആളുകളെ അവിടെ കൊടുക്കും. എന്നിട്ട് അടുത്തെത്തും. ദൂരെ 75 കിലോമീറ്റർ ഉണ്ട്. അവിടെയല്ലേ നമുക്ക്, അതല്ലേ ഇപ്പോൾ ലൊക്കേഷൻ. ഇഷ്ടമായ എല്ലാവരും ഷെയറും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.